السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഈച്ച ശരീരത്തിനകത്തു പ്രവേശിച്ചാൽ നോമ്പുകാരൻ്റെ വയറ്റിലേക്കോ മറ്റോ ഈച്ച പ്രവേശിച്ചാൽ പുറത്തെടുക്കുന്നത് മൂലം നോമ്പ് നഷ്ടപ്പെടും. ഈച്ചയുടെ പ്രവേശനം മൂലം കഠിനമായി പ്രയാസപ്പെടുന്ന വ്യക്തിക്ക് ഈച്ചയെ പുറത്തെടുക്കാം. അത് ഫർള് നോമ്പാണെങ്കിൽ ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. അപ്പോൾ ഒരാളുടെ ശരീരത്തിനകത്ത് ഈച്ച പ്രവേശിച്ചാലുള്ള വിധിയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. തെഹ്ഫ 403 ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. നോമ്പുകാരൻ്റെ വയറ്റിലേക്കോ മറ്റോ ഈച്ച പ്രവേശിച്ചു, അങ്ങനെ അത് പുറത്തെടുക്കുന്നത് മൂലം അയാളുടെ നോമ്പ് നഷ്ടപ്പെടും. എന്നാൽ ഈച്ചയുടെ പ്രവേശനം മൂലം കഠിനമായി പ്രയാസപ്പെടുന്ന വ്യക്തിക്ക് ഈച്ചയെ പുറത്തെടുക്കാവുന്നതാണ്. അത് ഫർള് നോമ്പാണെങ്കിൽ അത് ഖളാ വീട്ടൽ നിർബന്ധവുമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നോമ്പുകാരന് ഉള്ളിൽ പോയ ഈച്ച നോമ്പ് മുറിയുന്ന പരിധിയിൽ കയറിയോ എന്ന് സംശയിച്ചാൽ അതിനെ പുറത്ത് ചാടിക്കാം. അതുമൂലം നോമ്പ് മുറിയുകയില്ല. കാരണം അത് പരിധി വിട്ട് ഉള്ളിലേക്ക് കയറുമെന്ന് എനിക്കൊരു സംശയം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് അയാൾക്ക് പുറത്ത് ചാടിക്കുന്നത് കൊണ്ട് അയാളെ നോമ്പ് മുറിയാൻ സാധ്യതയില്ല. മാത്രവുമല്ല, നോമ്പ് മുറിയുന്ന പരിധിയിലേക്ക് കയറുമെന്ന് ഭയന്നാൽ ഫർള് നോമ്പുകാരനാണെങ്കിൽ നിർബന്ധമായും അതിനെ പുറത്തേക്ക് ചാടിക്കണം. ഉള്ളിലേക്ക് കയറുമെന്ന് കണ്ട കഫം പുറത്ത് ചാടിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ഹുക്കുമ് എന്ന് ശർവാനി പോലത്തെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കഫം ഉള്ളിലേക്ക് അത് കടക്കും, അത് അയാൾക്ക് കാറിയെടുത്ത് അത് പുറത്ത് കളയാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അയാൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പുകാർ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പിനെ മുറിക്കുന്ന രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവികളെ നമ്മൾ തടയേണ്ടതാണ്. അത് തടയുന്നത് കൊണ്ട്, അതിനെ പുറത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ട് എന്താകുന്നതില്ല, നോമ്പ് മുറിയില്ല. നേരെ മറിച്ച് അത് ഈച്ചയുടെ പ്രവേശനം വയറ്റിലേക്കോ മറ്റോ ഒക്കെ പ്രവേശിച്ച് അത് പുറത്തെടുക്കുന്നത് മൂലം നമ്മളെ നോമ്പ് നഷ്ടപ്പെടുകയും അത് പിന്നീട് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് അതിനവർക്ക് പുറത്തെടുക്കാം. പക്ഷെ അത് കാരണം അയാൾ നോമ്പിനെ ഖളാ വീട്ടലും നിർബന്ധമാണെന്ന് നമുക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നോമ്പുകളും വളരെ കുറ്റമറ്റ രൂപത്തിൽ അള്ളാഹു നമുക്ക് സ്വഹീഹാക്കി അത് പൂർത്തിയാക്കി വിട്ടാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ ധാരാളം ആളുകൾ പ്രയാസം അനുഭവപ്പെടുന്നവരുണ്ട്, വിദേശത്തും സ്വദേശത്തുമുള്ളവർ. അള്ളാഹു അവരുടെ ജോലിയിലൊക്കെ ബർക്കത്ത് നൽകി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.